DMKയുടെ അഹോരാത്രം ഉള്ള പ്രവർത്തനം കോൺഗ്രസിന് വേണ്ടിയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയും ഇവിടുത്തെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുമുള്ള നിതാന്തമായ പോരാട്ടം. ഭാരത് ജോഡോ യാത്ര തുടങ്ങിയപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ സുദൃഢമാണ്. ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയെ സംരക്ഷിക്കുക എന്നത് കൂടി ഇതിന് അർത്ഥമുണ്ട് എന്ന് സ്റ്റാലിൻ അന്ന് പറഞ്ഞു. കോയമ്പത്തൂരിലും അതുപോലെ തന്നെ കന്യാകുമാരിയിലും BJP സ്ഥാനാർത്ഥികൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന അന്നാമലയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അതുപോലെ തലമുതിർന്ന നേതാവായ പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ വസന്തകുമാറിനോട് പൊൻ രാധാകൃഷ്ണൻ പരാജയപ്പെട്ടിരുന്നു. ഇക്കുറി രാഷ്ട്രീയപരമായി പൊൻ രാധാകൃഷ്ണന് അവിടെ കൂടുതൽ വോട്ടുകൾ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും DMK സഖ്യകക്ഷികളിൽ നിന്നും, അതായത് കോയമ്പത്തൂരിൽ CPIM ആയിരുന്നു മത്സരിച്ചതെങ്കിൽ CPIMന്റെ കയ്യിൽ നിന്നും ആ സിറ്റിംഗ് സീറ്റ് വാങ്ങിയെടുത്ത് DMK സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുകയാണ്. പകരമായി CPIMന് വിട്ടുകൊടുത്തത് DMK ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വിജയിച്ച ദിണ്ടിഗൽ സീറ്റാണ്. അതായത് 5,38,000 വോട്ടിന് ജയിച്ച ദിണ്ടിഗൽ സീറ്റാണ് DMK വിട്ടുകൊടുത്തത്. കോൺഗ്രസ് അതിശക്തമായി തന്നെ DMKയോടൊപ്പം ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ DMKക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലുമില്ല. 40 ലോക്സഭാ സീറ്റുകൾ, അതായത് 39 തമിഴ്നാടും 1 പുതുച്ചേരിയും ഉൾപ്പെടെ 40 ലോക്സഭാ സീറ്റുകളിലും DMK സഖ്യം മിന്നും വിജയം നേടും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പുതുച്ചേരിയിലെയും കാര്യങ്ങൾ DMKക്ക് അനുകൂലമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഹൈപ്പ് തന്നെ ആയിരിക്കും. പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ഒരു ആധിപത്യവും ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന BJPക്ക് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്ത് അധികാരമോ അല്ലെങ്കിൽ ജയമോ ഒന്നും നടക്കില്ല. ജയലളിതയുടെ പാർട്ടിയായ AIADMK ജയലളിതയുടെ വിയോഗത്തിന് ശേഷം ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്, നന്നായി പിളർന്നു പോകുന്നുമുണ്ട്. ശശികലയോ അല്ലെങ്കിൽ ദിനകരനോ ഒന്നും വിചാരിച്ചാൽ അവിടെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. DMKയോടൊപ്പം നിലയുറപ്പിക്കുന്ന സഖ്യകക്ഷികൾക്ക് ആധിപത്യം ഉണ്ട് താനും. വിജയുടെ തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ നേട്ടം ലോക്സഭയിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഒന്നും നേടാൻ കഴിയില്ല. കാരണം DMKയുടെ രാഷ്ട്രീയ എതിരാളിയാകാനുള്ള കേൾപ്പൊന്നും വിജയ്ക്കോ വിജയുടെ അനുയായികൾക്കോ ഇല്ല. ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിയുമായിരിക്കും, അതിനപ്പുറത്തേക്കില്ല. അതുകൊണ്ടാണല്ലോ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിന്റെ അനുകൂലികളായി സഖ്യം ചേർന്നിരിക്കുന്നത്.